ഹലോ, ഇന്ന് ഞങ്ങള് അതിരപ്പള്ളിയിലൊന്ന് പോയിട്ടാ. ചൊക്കനയിലും ചിമ്മിണിയിലും പോയിട്ട് ആനേനെ കാണാത്തോണ്ട് തന്നെ ഞങ്ങൾക്കൊരു ആഗ്രഹം അതിരപ്പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ആനേനെ കാണാൻ പറ്റുമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. അങ്ങനെ ഞങ്ങള് ഏഴാറ്റുമുഖം പോയിട്ട് ആനേനെ കാണാന്നിട്ടാ വിചാരിച്ചത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈമിനാണ് കേട്ടോ ഇറങ്ങിയത്. ഒരു 4:30-5 മണിയായി. പോണ വഴിയിലൊക്കെ നിറച്ച് റംബൂട്ടാന്റെ തോട്ടായിരുന്നു കേട്ടോ. ഓരോ വീടുകളുടെ ഫ്രണ്ടിലും ഇങ്ങനെ ചോപ്പ വല ഇങ്ങനെ വിരിച്ച് വെച്ചൊക്കെയായിരുന്നു കേട്ടോ. നിറച്ച് റംബൂട്ടാൻ ഉണ്ടായത്. അങ്ങനെ സിൽവർ സ്ട്രോമിൻ്റെ അതിൽ ഞങ്ങൾ ഏഴാറ്റുമുഖത്തേക്ക് കടന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും 5 മണിയായിട്ടാ. 5 മണിക്കാണെന്നുണ്ടെങ്കിൽ ഏഴാറ്റുമുഖത്തിൻ്റെ എൻട്രി ക്ലോസ് ചെയ്യും. പക്ഷെ ഞങ്ങൾ ആനേനെ കാണാന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി. എന്താണെന്ന് അറിയില്ല ചേട്ടാ, ഞങ്ങൾ ചെല്ലണോടത്തൊക്കെ ആനകൾ വരണേ ഇല്ല ചേട്ടാ. ഞങ്ങൾ ചെല്ലണത് അറിഞ്ഞിട്ട് ആനകൾ മനഃപൂർവ്വം വരാണ്ടിരിക്കണതാണോന്ന് അറിയില്ല ചേട്ടാ. അന്നത്തെ ദിവസം തന്നെ കാലത്ത് ആന അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് പോയത്. പക്ഷെ നിറച്ച ആനപ്പെണ്ണങ്ങൾ കിടക്കണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് ആയിരുന്നു എല്ലാം. അങ്ങനെ പോണ വഴിയിൽ ഞങ്ങളൊരു ജല്ലിക്കെട്ട് കാളേനെ കണ്ടു കേട്ടാ. എന്തൊരു ഭംഗിയായിരുന്നു കേട്ടോ അതിനെ കാണാനായിട്ട്. ചില സ്ഥലത്ത് എത്തുമ്പോൾ ഉണ്ടല്ലോ ആനകളുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏഴാറ്റുമുഖത്തിൻ്റെ എൻട്രിയുടെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. നന്നുവിന് പിന്നെ കുരങ്ങന്മാരെ കണ്ടപ്പോൾ സന്തോഷമായിട്ടാ. അങ്ങനെ ആ വഴി തന്നെ കുറച്ച് ദൂരം പോയിട്ട് ഒന്നും കാണാണ്ടായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ അതിരപ്പള്ളിക്ക് വിട്ടു കേട്ടോ. അതിരപ്പള്ളി എന്തായാലും അടച്ചിട്ടുണ്ടാവും അറിയാം. എന്നാലും അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കാൻ പോയപ്പോൾ അവിടെ ഒരു അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് നിറച്ച് മാനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ചേട്ടൻ മാനിന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് പോരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട്. ആ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ അവിടെ കുറേ മാനുകൾ ഇങ്ങനെ നിൽക്കണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ ചേട്ടൻ പറയണ്ടായിരുന്നു കേട്ടോ, സ്ഥിരം ആ മാനുകൾ അവിടെ വന്ന് വെള്ളം കുടിക്കാറുണ്ടെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റ് അവിടെ പോയിട്ട് വെള്ളച്ചാട്ടം കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ച് നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ എൻട്രിയുടെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോഴും അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ജസ്റ്റൊക്കെ കറങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. ആനനെ കാണാമെന്ന് വിചാരിച്ച് പോയിട്ട് ആനയ്ക്ക് പകരം ഞങ്ങൾ മാനിനെ കണ്ട് തൃപ്തിയായിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വന്നു കേട്ടോ. അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് വെറ്റിലപ്പാറ പാലത്തിൻ്റെ അവിടെ ഒരു ദിവസം മുന്നേ 2 പുലികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.